എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കാം? ജീവിതം ഒരു നദി പോലെയാണ്. ചിലപ്പോൾ ശാന്തമായി ഒഴുകുന്നു, മറ്റു ചിലപ്പോൾ ഇരമ്പിപ്പായുന്നു. ഓരോ വളവിലും തിരിയിലും നമ്മൾ പുതിയ വഴികളെ നേരിടുന്നുണ്ട്. ആ വഴികളിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ യാത്രയുടെ ഗതിയെ നിർണ്ണയിക്കുന്നു. എങ്ങനെയാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്നത് മനുഷ്യൻ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊരു പുതിയ ജോലി തിരഞ്ഞെടുക്കുന്നതാകാം, ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നതാകാം, അല്ലെങ്കിൽ ചെറിയൊരു ഉൽപ്പന്നം വാങ്ങുന്നതാകാം. ഓരോ തീരുമാനവും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. തെറ്റായ തീരുമാനങ്ങൾ പശ്ചാത്താപത്തിലേക്കും ശരിയായ തീരുമാനങ്ങൾ സന്തോഷത്തിലേക്കും വഴിവെക്കും. അപ്പോൾ എന്താണ് ശരിയായ തീരുമാനം? അതിന് കൃത്യമായൊരു നിർവചനമുണ്ടോ? വാസ്തവത്തിൽ ശരിയായ തീരുമാനം എന്നത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. ഒരാൾക്ക് ശരിയായത് മറ്റൊരാൾക്ക് തെറ്റാവാം. എന്നാൽ പൊതുവായ ചില തത്വങ്ങളും വഴികളും നമുക്ക് പിന്തുടരാൻ സാധിക്കും. ഈ തത്വങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ കൂടുതൽ വ്യക്തവും ഫലപ്രദവുമാക്കാൻ സഹായിക്കും. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ആദ്യത്തെ പടി നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നതാണ്. നമ്മുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കണ്ടെത്തുന്നത് ഒരു മരത്തിന്റെ വേരുകൾ പോലെയാണ്. എത്രത്തോളം ആഴത്തിൽ വേരുകൾ ഇറങ്ങുന്നുവോ അത്രത്തോളം ആ മരം ശക്തമായി നിലകൊള്ളും. നമ്മുടെ മൂല്യങ്ങൾ, അതായത് സത്യസന്ധത, സ്നേഹം, ദയ, നീതി തുടങ്ങിയവയാണ് നമ്മുടെ തീരുമാനങ്ങളെ നയിക്കേണ്ട അടിസ്ഥാന ശീലങ്ങൾ. ഈ മൂല്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തതയുണ്ടാകും. ഉദാഹരണത്തിന്, സത്യസന്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരാൾക്ക് ഒരു കള്ളം പറഞ്ഞ് ലാഭം നേടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതുപോലെ നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഉദാഹരണത്തിന്, ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഭാവി ജീവിതത്തിൽ എവിടെ എത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കണം. വെറും താൽക്കാലിക ലാഭങ്ങൾക്ക് പിന്നാലെ പോകാതെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കണം. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ആ തീരുമാനത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ രോഗനിർണയത്തിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകുന്നത് പോലെയാണിത്. വിവരങ്ങൾ എത്രത്തോളം കൃത്യവും സമഗ്രവുമാണോ അത്രത്തോളം നമ്മുടെ തീരുമാനവും ഫലപ്രദമാകും. തീരുമാനവുമായി നേരിട്ട് ബന്ധമുള്ള വിവരങ്ങൾ മാത്രം ശേഖരിക്കുക. അനാവശ്യ വിവരങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കും. വിവരങ്ങൾ വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം ശേഖരിക്കുക. പുസ്തകങ്ങൾ, വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, ശാസ്ത്രീയ പഠനങ്ങൾ എന്നിവയെ ആശ്രയിക്കുക. സാമൂഹിക മാധ്യമങ്ങളെ തെറ്റായ വിവരങ്ങൾ ഒഴിവാക്കുക. ഒരു വിഷയത്തെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുക. ഒരു തീരുമാനത്തിന് നല്ലതും ചീത്തയുമായ വശങ്ങൾ ഉണ്ടാകാം. എല്ലാ വശങ്ങളും മനസ്സിലാക്കുന്നത് സമഗ്രമായ ഒരു ചിത്രം നൽകും. ആ വിഷയത്തിൽ അറിവുള്ളവരുമായി സംസാരിക്കുന്നത് പുതിയ ഉൾക്കാഴ്ചകൾ നൽകും. അവരുടെ അനുഭവങ്ങൾ നമുക്ക് പാഠമാക്കാം. ഓരോ തീരുമാനത്തിനും അതിൻ്റെതായ അനന്തരഫലങ്ങൾ ഉണ്ടാകും. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് വ്യക്തമായി വിലയിരുത്തണം. ഇത് ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാനും അവയെ നേരിടാൻ തയ്യാറെടുക്കാനും സഹായിക്കും. ഒരു പേനയും കടലാസും എടുത്ത് നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എഴുതി നോക്കുന്നത് വളരെ പ്രയോജനകരമാണ്. ഓരോ പോയിന്റും എത്രത്തോളം പ്രധാനമാണെന്ന് വിലയിരുത്തുക. ഉദാഹരണത്തിന്, ഈ തീരുമാനം എടുത്താൽ എനിക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടാകും? സന്തോഷം, സാമ്പത്തിക ലാഭം, മാനസിക സമാധാനം, പുതിയ അവസരങ്ങൾ തുടങ്ങിയവ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ഈ തീരുമാനം എടുത്താൽ എനിക്ക് എന്ത് നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുക. സാമ്പത്തിക നഷ്ടമോ, മാനസിക സമ്മർദ്ദമോ, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ, അവസരങ്ങൾ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ വിലയിരുത്തുക. ഈ താരതമ്യം നിങ്ങളെ ഒരു വ്യക്തമായ നിഗമനത്തിലെത്താൻ സഹായിക്കും. കൂടാതെ ഓരോ അനന്തരഫലത്തിന്റെയും സാധ്യതയും പ്രാധാന്യവും വിലയിരുത്തുക. ഒരു ചെറിയ ദോഷം ഒരു വലിയ ഗുണത്തെ ഇല്ലാതാക്കിയേക്കാം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികാരങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കാറുണ്ട്. കോപം, ഭയം, ആവേശം, സ്നേഹം തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. എന്നാൽ വികാരങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകി തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും തെറ്റായ ഫലങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇവിടെയാണ് യുക്തിക്ക് പ്രാധാന്യം നൽകേണ്ടത്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ശാന്തമായിരിക്കുക. വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. വികാരങ്ങൾക്ക് അടിമപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് പശ്ചാത്താപത്തിന് ഇടയാക്കിയേക്കാം. ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ധൃതി കാണിക്കരുത്. ഒരു ദിവസം കാത്തിരിക്കുകയോ ഒരു ചെറിയ ഇടവേള എടുക്കുകയോ ചെയ്യുന്നത് കാര്യങ്ങളെ കൂടുതൽ വ്യക്തമായി കാണാൻ സഹായിക്കും. ചിലപ്പോൾ നമ്മുടെ വികാരങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ ഒരു വിദഗ്ധനോടോ അഭിപ്രായം ചോദിക്കുന്നത് ഗുണകരമാണ്.
അവർക്ക് കൂടുതൽ നിഷ്പക്ഷമായി കാര്യങ്ങളെ വിലയിരുത്താൻ സാധിച്ചേക്കും. ഒരു ബുദ്ധിമുട്ടുള്ള തീരുമാനമാണെങ്കിൽ ഉറങ്ങി എണീറ്റതിന് ശേഷം ചിന്തിക്കുക. ഇത് മനസ്സിനെ ശാന്തമാക്കാനും പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കാനും സഹായിക്കും. എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ഗുണദോഷങ്ങൾ വിലയിരുത്തി വികാരങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കുക എന്നതാണ്. പലപ്പോഴും തീരുമാനം എടുക്കാൻ മടിച്ച് നമ്മൾ സമയം കളയും. ഇത് അവസരങ്ങൾ നഷ്ടപ്പെടുത്താനും കൂടുതൽ ആശങ്കകൾ ഉണ്ടാക്കാനും ഇടയാക്കും. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകണം. ആ തീരുമാനം എന്തു ഫലം നൽകിയാലും അതിനെ നേരിടാനുള്ള ധൈര്യമുണ്ടായിരിക്കണം. എല്ലാ തീരുമാനങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല. തെറ്റായ തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാഠങ്ങളായി മാറും. നമ്മുടെ തീരുമാനങ്ങളിൽ ആത്മവിശ്വാസം പുലർത്തുക. നിങ്ങൾ ശരിയായ രീതിയിൽ കാര്യങ്ങളെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഏറ്റവും മികച്ചതായിരിക്കും. ചിലപ്പോൾ ഒരു തീരുമാനം എടുത്തതിന് ശേഷം അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ ആ തീരുമാനം മാറ്റാൻ തയ്യാറാകുക. തെറ്റുകൾ തിരുത്തുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ശക്തിയാണ്. ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠം നൽകുന്നുണ്ട്. അത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും അതിൽ നിന്ന് നമ്മൾക്ക് ഏറെ പഠിക്കാനുണ്ട്. വിജയങ്ങളിൽ നിന്ന് മാത്രമല്ല പരാജയങ്ങളിൽ നിന്നും നമുക്ക് വളരാൻ സാധിക്കും. ഒരു തെറ്റായ തീരുമാനം എടുത്തു എന്ന് തോന്നുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തരുത്. പകരം എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത തവണ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ തീരുമാനങ്ങൾക്ക് ശേഷവും ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് ഈ തീരുമാനം എടുത്തു, അതെന്തു ഫലം നൽകി, അടുത്ത തവണ എനിക്ക് എന്താണ് മെച്ചപ്പെടുത്താൻ സാധിക്കുക. ഓരോ അനുഭവത്തെയും ഒരു വളർച്ചയുടെ പാഠമായി കാണുക. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ പ്രഗത്ഭരാകുമെന്ന് മനസ്സിലാക്കുക. ഓരോ ദിവസവും നമ്മൾ ഓരോ പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതും ഒരു കലയാണ്. ഈ കലയെ നമുക്ക് പരിശീലനത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും മെച്ചപ്പെടുത്താൻ സാധിക്കും. ഓർക്കുക, നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാനും സമാധാനപരമായ ഒരു ജീവിതം നയിക്കാനും സാധിക്കും. എല്ലാ ദിവസവും ഒരു പുതിയ അവസരമാണ്. ആ അവസരങ്ങളെ ശരിയായ തീരുമാനങ്ങളിലൂടെ മനോഹരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുമെങ്കിൽ ഷെയർ ചെയ്യുക.